അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങളോട് ഉണർത്താനുള്ളത്, എല്ലാ കുട്ടികളും കിതാബ് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്തിഫാമിൻ്റെ സാന്ദർഭികമായ അർത്ഥങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു. അതേപോലെ ബഹ്സിൻ്റെ ഒരു തുടക്കം, ഒന്നാമത്തെ ഉദാഹരണത്തിനെ കുറിച്ചുള്ള വിശദീകരണം നമ്മൾ പറഞ്ഞു. അവിടെ ഇസ്തിഫാമിൻ്റെ ആദാത്ത് നഫിയുടെ മാനക്കാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ആ ബഹ്സിൽ ചർച്ച ചെയ്തത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കണം. അബു ത്വയ്യിബിൽ ഫിൽ മിസാലി സാനി ഇന്നമാ യുൻകിറു അലൽ അഅദാബി ഇർതിയാബുഹും ഫി ഉലാ കാഫൂരിൻ വൽതിമാസഹും അൽ ബറാഹീന അലാ മാ കതബഹു അല്ലാഹു ലഹു മിനൻ നസ്രി വഖ്തസ്സഹു ബിഹി മിനൽ ജദ്ദി സഈദ് ബഅദ അൻ റഅൂ കൈഫ യർതദ്ദ ഫി മഹാലികി കുല്ല മൻ അറാദ ബിഹി ശർറ. അബു ത്വയ്യിബ് എന്ന കവി ഫിൽ മിസാലി സാനി രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഈ കവി ഇന്നമാ യുൻകിറു അയാൾ നിഷേധിക്കുകയാണ് അലൽ അഅദാഇ ശത്രുക്കളോട് അതൽതമിസുൽ അഅദാഇങ്ങൾ തേടുകയാണോ, അങ്ങനെ തേടണ്ട എന്നാണ് പറയണത്. നിഷേധമാണ്, ഇൻകാറാണ്. അലൽ അഅദാഇ ശത്രുക്കളോട് നിഷേധിക്കുന്നു. എന്ത്? ഇർതിയാബും അവരുടെ സംശയത്തെ, ഫി ഉലാ കാഫൂറിന് വലിയ ഉന്നതിയുണ്ട് എന്ന വിഷയത്തിൽ അവരുടെ സംശയം അത് വേണ്ട എന്ന് പറയാണ്. അതുപോലെ തന്നെ വൽത്തിമാസിഹിം അവർ തേടുന്ന വിഷയവും അൽ ബറാഹിന എന്ത് തേടുക? തെളിവുകളെ തേടുക. അലാമ ഒന്നിൻ്റെ മേൽ കതബഹുല്ലാഹു അള്ളാഹു അത് നിർബന്ധമാക്കിയാണെങ്കിൽ അള്ളാഹു അത് എഴുതി വെച്ചു ലഹു അദ്ദേഹത്തിന്. അതെന്താ? മിനൻ നസ്രി വിജയത്തിനാൽ. വഖ്തസ്സോബിഹി അദ്ദേഹത്തെ അള്ളാഹു പ്രത്യമാക്കി. അതെന്തിനാൽ? മിനൽ ജിദ്ദി സഈദ് വളരെ വിജയകരമായ ഒരു പരിശ്രമം. അപ്പം അദ്ദേഹത്തിന് ഉള്ള ആ വിജയവും അദ്ദേഹത്തിൻ്റെ ആ നേട്ടവും അള്ളാഹു അദ്ദേഹത്തിന് കണക്കാക്കിയതാണ്. അതിലിവർ എന്ത് തേടുകയാണ്? തെളിവ് തേടുകയാണ്. അവരതിൽ സംശയം പ്രകടിപ്പിക്കണം. അപ്പം അത് വേണ്ട എന്നാണ് അവരോട് ആ കവിതയിലൂടെ അദ്ദേഹം പറയണത്. എപ്പോഴാണ് ഇവരിതിന് തെളിവും തേടുന്നത്, സംശയിക്കുന്നത്? ബഅദ അൻ റഅൗ അവർ കണ്ടതിന് ശേഷം. കൈഫ എങ്ങനെയാണ് യർതദ്ദ അദ്ദേഹം മടക്കി വിടുന്നത്? ഫിൽ മഹാലിക്ക് നാശത്തിലേക്ക്. കുല്ലമൻ എല്ലാ ഓരോരുത്തരെയും അറാദ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നു ബിഹി ഈ മംദൂഹിന് ഷെറിനെ. അപ്പോൾ മംദൂഹിന് ഷെർ ഉദ്ദേശിച്ച ആളെ മംദൂഹ് എങ്ങനെയാണ് നാശത്തിലേക്ക് അദ്ദേഹം അവരെ തള്ളിവിടുന്നു എന്നത് കണ്ടിട്ടും പിന്നെ ഇവരെന്ത് ചെയ്യാണ്? തെളിവ് അന്വേഷിക്കുകയാണ്. അപ്പോൾ കൈഫ എങ്ങനെയാണ് യുസീബു സമാനു കാലം മുസീബത്തെത്തിക്കുന്നത് കുല്ലമൻ എല്ലാ ഓരോരുത്തർക്കും. നവ അവനുദ്ദേശിച്ചു ലഹു ഇദ്ദേഹത്തിന് മോശം. ഇദ്ദേഹത്തിന് മോശം ഉദ്ദേശിച്ച ആളുകൾക്ക് കാലം എങ്ങനെയാണ് അവരെ മുസീബത്തിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ കണ്ടതിന് ശേഷവും പിന്നെ ഇങ്ങനെ തെളിവുതൊക്കെ അന്വേഷിക്കുമ്പോൾ അത് വേണ്ട, നിങ്ങളങ്ങനെ തേടണ്ട എന്നതിനെ നിഷേധിക്കുകയാണ്, അതിനെ ഇൻകാർ ചെയ്യുകയാണ്. ഫൽ ഇസ്തിഫ്ഹാമു അപ്പോൾ ഇസ്തിഫ്ഹാമ് ഫി ബൈത്തി ഈ ബൈത്തിൽ ലാദൽ തമിസുല്ലാഹു ബഅദ അൻ റഅത് ഖുൽനനെ ഖിയാമ ദലീലിൻ വ വുളൂഹ ബയാനി എന്ന് പറഞ്ഞല്ലോ. അവിടെ ലാ യുഫീദു മഅനൻ അത് അവിടെ ഒരു ആശയത്തെയും ഫലം ചെയ്യുന്നില്ല. ഇല്ലൽ ഇൻകാറ എന്തിനെ അല്ലാതെ? നിഷേധത്തെ അല്ലാതെ. അപ്പം നിങ്ങൾ തേടണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ തേടുന്നുണ്ടോ എന്ന് വെച്ചാൽ തേടണ്ട എന്നർത്ഥത്തിനാണ് അർത്ഥം. ഇനി വൽ ബുഹ്തരി ഫി മിസാലി സാലിസി ഇനി മൂന്നാമത്തെ ഉദാഹരണത്തിൽ ബുഹ്തരി എന്ന കവി അലസ്തഅമ്മഹും ജൂദൻ വ അസ്ഖാഉ മഊദൻ വ അംലാഉൻ ഹുസ്വമ എന്ന് പറഞ്ഞല്ലോ. അവിടെ ബുഹ്തരി എന്ന കവി ഇന്നമാ യുരീദു നിശ്ചയം ആ കവി ഉദ്ദേശിക്കുന്നത് അയഹ്മിലൽ മംദൂഹ മംദൂഹിനെ പ്രേരിപ്പിക്കാനാണ് അലൽ ഇഖ്റാരി സമ്മതിക്കുന്നതിൻ്റെ മേൽ. അപ്പം സമ്മതിക്കാൻ വേണ്ടി പറയുകയാണ്. ബിമ ഒന്നിനെ അങ്ങനത്തെ ഒന്ന് ഇദ്ദഅഹു
ആ ഒന്നിനെ ഈ കവി വാദിച്ചിരിക്കുന്നു ലഹു ഈ മംദൂഹിന് വേണ്ടി. അപ്പം മംദൂഹിന് വേണ്ടി ഇദ്ദേഹം വാദിച്ച ഒരു സംഗതി അതെന്താ? മിനൽ ഫൗഖി അലാ ബഖിയത്തിൽ ഖുലഫായി, മറ്റുള്ള എല്ലാ ഖലീഫമാരെക്കാളൊക്കെ ഉയർന്ന ആളാണ്. ഏത് വിഷയത്തിൽ? ഫിൽ ജൂദി, ധർമ്മം നൽകുന്ന വിഷയത്തിലും, വബസ്തത്തുൽ ജിസ്മി, ശാരീരിക വിശാലതയിലും, വശജാഅത്തി, ധീരതയിലും. ഈ വിഷയത്തിലൊക്കെ മറ്റുള്ള ഖലീഫമാരെക്കാളൊക്കെ എത്രയോ ഉയർന്ന ഉന്നതിയിലാണ് ഇദ്ദേഹമുള്ളത്, ഈ മംദൂഹുള്ളത് എന്ന ഈ വാദം അത് നിങ്ങൾ അല്ലേ ശരിയാണെന്ന് സമ്മതിക്കണം എന്നതിന് മേൽ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ അർത്ഥം? അലൈസമിൻ ഖസ്ദി, അപ്പോൾ ഈ കവിയുടെ ഉദ്ദേശമല്ല അതിനെക്കുറിച്ച് ചോദിക്കല്ല. കണ്ടോ, അലസ്തഅമ്മഹും, നിങ്ങളല്ലേ അവരിൽ ഏറ്റവും എന്താണ് ജൂതൻ, ധർമ്മത്തിനാൽ മികച്ച ആള്, വസ്കാമൂതൻ, ശാരീരികമായി ശക്തിയുള്ള ആള്, അംലാവുൻ ഹുസാമൻ, വാളിനാൽ മൂർച്ചയുള്ള ആൾ, ധീരനർത്ഥം. അത് നിങ്ങളല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് എന്ന് സമ്മതിക്കലാണ് എന്നർത്ഥം, എന്ന് സമ്മതിപ്പിക്കലാണ്. ഫലിസ്തിഫാമോഫി, നമ്മൾ കുട്ടികൾക്ക് ചോദിക്കുമല്ലോ ജല്ലടോ എടുത്തത് എന്ന് എടുത്തതെന്ന് ചോദിക്കല്ലോ, എടുത്തതെന്ന് സമ്മതിക്കാൻ വേണ്ടി പറയാണ്. കണ്ടില്ലേ? ഫലിസ്തിഫാമുഫി കലാമിഹി, അപ്പോൾ ഈ കലാമിലുള്ള ഇസ്തിഫാമിൽ തഖരീരി, അത് തഖരീറിന് വേണ്ടിയാണ്, ഒരു കാര്യം സമ്മതിപ്പിക്കാൻ വേണ്ടിയാവുന്നു. അതാണ് അപ്പോൾ അവിടെ വരുന്ന എന്ത് സാന്ദർഭികമായ അർത്ഥം. ഇനി വശാഇറു ഫി മിസാലി റാബിഇ, നാലാമത്തെ ഉദാഹരണത്തിൽ കവി യലൂമു, അദ്ദേഹം ആക്ഷേപിക്കുകയാണ്, മുഖാത്തിബിഹി, താൻ ആരോടാണ് സംസാരിക്കുന്നത് അവരെ, ഇലാമൽ ഖുൽഫ് ബൈനക്കും ഇലാമ വഹാദിൽ ലജ്ജത്തുൽ കുബ്ര അലാമ എന്നാ പറഞ്ഞല്ലേ. അപ്പോൾ അവിടെ കവി ഈ മുഖാത്തിബീങ്ങളെ ആക്ഷേപിക്കുന്നു. എന്തിന്? അലാ തമാദീഹിം, അവർ സ്ഥിരമായി നിൽക്കുന്ന കാരണത്താൽ, ഫിഷിഖാഖി, അവരുടെ ആ തർക്കത്തിൽ, അവരുടെ ആ എന്താണ് പ്രശ്നങ്ങളിൽ അവരെന്ത് ചെയ്യാണ്? സ്ഥിരമായി നിൽക്കുന്നു. വസ്തിമ്രാരിയും, അവർ സ്ഥിരമായി വ്യാപൃതരാകുന്നു. ഫി തഹാദുലി, ഒറ്റപ്പെടുത്തുന്ന വിഷയത്തിലും, തനാഫുരി, തർക്കത്തിലും, ആ വിഷയത്തിൽ അവർ സ്ഥിരമായിരിക്കുകയാണ്. അപ്പോൾ അവരെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നു. വയുഖർരിഉഹും, അവരെ ഭീഷണിപ്പെടുത്തുന്നു, പേടിപ്പെടുത്തുന്നു. അലാ ഉലുവ്വിഹിം, അവർ ഉയർത്തിയത്, ഫിസ്വഹ്ബി വല്ലജീജ്, അട്ടഹാസത്തിലും ഒച്ചപ്പാടിലും അവർ ഉയർത്തിയില്ലേ, അതിൻ്റെ പേരിൽ അവരെ പേടിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് ഏതുവരെ എന്ന് വെച്ചാൽ നിങ്ങളെ അങ്ങനെ ചെയ്യണോ, എന്താ പരിപാടി എന്ന അർത്ഥത്തിനാണ് അർത്ഥം. വൗവ ഖദ് ഖറജ ബിൽ അദാത്തിൽ ഇസ്തിഫാമി, അപ്പോൾ ഇവിടെ ഇസ്തിഫാമിൻ്റെ അദാത്ത് കൊണ്ട് അത് പുറത്തു പോയാൻ മഅനൽ അസ്ലി, അതിൻ്റെ അസ്ലിയായ ആ മഅനയെ തൊട്ട് ഇല തൗബീഹി വത്തഖ്രീഇ, തൗബീഹ് തഖ്രീഇലേക്ക്, തൗബീഹിനെ ഭയപ്പെടുത്തി, തഖ്രീഇ എന്നാൽ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ തന്നെ അർത്ഥം, രണ്ടൊരു അർത്ഥം തന്നെ. അങ്ങനത്തെ ഒരു ആശയമാണ് അവിടെ എന്ത് ചെയ്യുന്നത് കവി ഉദ്ദേശിക്കുന്നത്. ഇനി അബു ത്വയ്യിബ് ഫി മിസാലിൽ ഖാമിസി, അഞ്ചാമത്തെ ഉദാഹരണത്തിൽ അബു ത്വയ്യിബ്, മൻലിൽ മഹാഫിലി വൽ ജഹാഫിലി വസ്സുറ ഫഖദത് ബിഫഖദിക നയ്യിറൻ ലാ യത്ലു വമൻ ഇത്തഖത്ത അലൽ ളുയൂഫി ഖലീഫതൻ ളവ മിസ്ലുക ലാ യകാദു യുളയ്യു എന്ന് പറഞ്ഞല്ലോ. അവിടെ യഖ്സിദു, അബു ത്വയ്യിബ് ഉദ്ദേശിക്കുന്നു, ഇല തഅദീമി വൽ ഇജ്ലാൽ, മംദൂഹിനെ അങ്ങേയറ്റം ബഹുമാനം അറിയിക്കാൻ, അങ്ങേയറ്റം മഹത്വവൽക്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തഅദീം ബഹുമാനം കൽപ്പിക്കുക, ഇജ്ലാൽ മഹത്വവൽക്കരിക്കുക. ബീൽ എങ്ങനെ? ബീൽഹാരിമ, ഒന്നിനെ വെളിവാക്കിക്കൊണ്ട്, കാനലിൽ മർസി, അദ്ദേഹത്തിന് ഉണ്ടായ അയ്യാമ ഹയാത്തിഹി, തൻ്റെ ജീവിതകാലഘട്ടത്തിൽ ഉണ്ടായ ഒന്നാം മിൻ സിഫാത്തി സിയാദത്തി, നേതൃത്വത്തിൻ്റെ വിശേഷണം, വശജാഅത്തി, ധീരതയുടെയും, വൽ ഖറമി, ഔദാര്യത്തിൻ്റെയൊക്കെ വിശേഷണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട്, ആ മർസിയത്തിൽ, അനുശോചനത്തിൽ അതൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തഅദീമും ഇജ്ലാലും ചെയ്യലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മഅമാഫി ദാലിക, മാത്രമല്ല മഅമാഫി ദാലിക, ഉള്ളതോടുകൂടെ മിനിലാരി തഹസ്സുരി, അപ്പോൾ ഒന്ന് തഅദീമിനെ അറിയിക്കൽ, മഹത്വം അറിയിക്കലുണ്ട്, അതോടുകൂടി ഇതിൽ വേറെ ഒന്നുകൂടി വരുന്നുണ്ട്. എന്താണത്? ഇലാറു തഹസ്സുരി വതഫജ്ജുഇ, വേദന അറിയിക്കൽ, വിഷമം പറയൽ, അതും കൂടി അതുള്ളതോടുകൂടെ തഅദീമും ഇജ്ലാലുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അമ്മാ ഫിൽ മിസാലി സാദിസി, അപ്പോൾ ആറാമത്തെ ഉദാഹരണത്തിൽ, മിൻ അയ്യതി തുറുഖി യഅതി മിസ്ലുകൽ കറമു ഐനൽ മഹാജിമു യാ കാഫുറു യാ ജലമു എന്ന് അല്ലേ, കാഫൂറിനെ അങ്ങനെ എളുപ്പനാക്കി പറഞ്ഞ കവിത ഉണ്ടല്ലോ. അവിടെ ആറാമത്തെ ഉദാഹരണത്തിൽ ഹൈസു യഹ്ജു കാഫൂറൻ, കാഫൂറിനെ ആക്ഷേപിക്കുമ്പോൾ ഇലാ തഹ്ഖീരിഹി, കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് അയാളെ നിന്ദിക്കാനാണ്,
വലഹത്തി മിൻ കറാമത്തി, അദ്ദേഹത്തിൻ്റെ മാന്യതയെ പുച്ഛിച്ചിന്താൻ, അതിനെ താഴ്ത്താനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ തഹ്കീർ ചെയ്യുക, ഒരാളെ എന്ത് ചെയ്യുക, അങ്ങേയറ്റം ആക്ഷേപിച്ച് പറയുക, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി വൈദ തദബ്ബർത ബഖിയത്തൽ അംസില വജദത അദവാത്തൽ ഇസ്തിഫാമി ഖദ് ഖറജത അൻ മആനിയൽ അസ്ലിയ ഇസ്തിബ്താഇ ഇസ്തിബ്താഉം വതഅജ്ജുബി വതസ്വിയതി തമന്നി തശ്വീഖ് അല തർതീബ്. വൈദ തദബ്ബർത, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ബഖിയത്തൽ അംസിലത്തി, മറ്റുള്ള ഉദാഹരണങ്ങൾ ഇനി 7, 8, 9, 10, 11 ഉണ്ട്, അതൊക്കെ നീ ചിന്തിച്ചാൽ, വജത്ത നിനക്കെത്തിക്കാം, അദവാത്തിൽ ഇസ്തിഫാമി, ഇസ്തിഫാമിൻ്റെ അടയാളങ്ങളൊക്കെ, ഖദ് ഖറജത്ത് നിശ്ചയം അത് പുറത്തു പോയിരിക്കുന്നു, അൻ മആനി അൽ അസ്ലി, അതിൻ്റെ അസ്ലി ആയിരിക്കുന്ന മാനകളെ തൊട്ട് അത് പുറത്തു പോയിട്ടുണ്ട്, ഇലൽ ഇസ്തിബ്തായി, ഒന്ന് പിന്തലിനെ തേടൽന, തമാനു അഹ്നുസാരി നജ്മ ഫില്ലലം, ഇരുട്ടിൽ ഞങ്ങൾ നക്ഷത്രത്തിൻ്റെ കൂടെ എത്രയാണ് ഞങ്ങൾ നടക്കുക, ഒമാസുറ വല ഹുഫി മല ഖദമിൻ, അതിൻ്റെ യാത്ര കാൽപാദത്തിലോ അല്ലെങ്കിൽ കുളമ്പിൻ്റെയോ മേലല്ല, ഞങ്ങൾക്ക് അങ്ങനെ നടക്കാൻ കഴിയില്ല, അപ്പോൾ ഞങ്ങൾ കുറച്ച് പിന്തുന്നർത്ഥം ഉണ്ടോ, പിന്തലിനെ തേടുന്നു. ഇനി അർത്ഥോ അബിന്തദ്ദഹരി ഇന്ദി കുല്ലു ബിന്തിൻ വകൈഫ വസൽതി അന്തിമിൻ ഇസ്ഹാമി, ഓ കാലവിപത്തിൻ്റെ മോളെ എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ മോളെ പനീനെ കുറിച്ചാണ് പറഞ്ഞല്ലേ, നീ എനിക്കൊരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ നീ എങ്ങനെയാണ് വന്നത്, വല്ലാത്ത അത്ഭുതം തന്നെയാണ് അർത്ഥം, കണ്ടില്ലേ, അത് അത്ഭുതം പറയാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ തസ്വിയത്തി 9 സവാവുൻ അലൈന അവഅൽ തംലം തകും മിനൽ വാഇദി, നിങ്ങൾ ഉപദേശം നൽകിക്കോളൂ, അതോ അത് ചെയ്യാതിരിക്കൊരു സമാണ്. അവിടെ ഉണ്ടല്ലേ തസ്വിയത്തിന് 2 സമാൻ എന്ന് പറയാനാണ് അവിടെ ഇസ്തിഫാമിൻ്റെ അദ്ദേഹത്ത് വന്നിട്ടുള്ളത്. ഇനിയാ പിന്നെ തമന്യ അല്ലനാമിൻ ഷുഫാ ഫയഷ്ഫഉലന, ശുപാർശകരുണ്ടോ, ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തമന്യ പറയാണ്. പിന്നെ തശ്വീഖാണ്, ആഗ്രഹം ജനിപ്പിക്കാൻ, അതുല്ലുക്കും നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരാഗ്രഹം ഉണ്ടാക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ. അപ്പോൾ ഇങ്ങനെ പല മായനകളിലേക്കും അല്ല തർത്തീബ് അനുസരിച്ചിട്ട് ഈ മായനക്കൊക്കെയാണ് ബാക്കിയുള്ള ഉദാഹരണത്തിൽ എന്ത് വന്നിട്ടുള്ളത്, ഇസ്തിഫാമ വന്നിട്ടുള്ളത് എന്നർത്ഥം. ഇനി ഖായിദ നോക്കി, അൽ ഖായിദത്തു ഖദ് തഖ്റുജു അൽഫാദുൽ ഇസ്തിഫ്ഹാമി അൻ മആനിഹൽ അസ്ലിയത്തി ലി മആനിൻ ഉഖ്റ തുസ്തഫാദു മിൻ സിയാഖിൽ കലാമി കന്നഫി വൽ ഇൻകാരി വത്തഖ്രീരി വത്തൗബീഖി വത്തഅദീമി വത്തഹ്ഖീരി വലിസ്തിബ്താഇ വത്തഅജ്ജുബി വത്തസ്വിയത്തി വതമന്നി വത്തശ്വീഖ്. ഖദ് തഖ്റുജു, ചിലപ്പോൾ പുറത്തു പോകും, അൽഫാദുൽ ഇസ്തിഫാമി, ഇസ്തിഫാമിൻ്റെ ലഫ്ലുകൾ ചിലപ്പോൾ പുറത്തു പോകും, അൻ മആനിയൽ അസ്ലിയത്തി, അതിൻ്റെ അസ്ലിയായ മാനകളെ തൊട്ട് പുറത്തു പോകും, ലി മആനിൻ ഉഖ്റ, മറ്റു ചില ആശയങ്ങളിലേക്ക്, അസ്ലിയായ മാനയെ തൊട്ട് അതിൻ്റെ മറ്റു ചില ആശയങ്ങളിലേക്ക് ഇസ്തിഫാമിൻ്റെ ലഫ്ലുകൾ വരും. തുസ്തഫാദു, ഈ മറ്റുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞത് തുസ്തഫാദു, അതിനെ മനസ്സിലാക്കപ്പെടും, മിൻ സിയാക്കിൽ കലാമി, കലാമിൻ്റെ സന്ദർഭത്തിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും, അത് നമുക്ക് ആ മാനയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും. അതേപോലെ കൻ നഫി, ചിലപ്പോൾ ഇസ്തിഫാമിൻ്റെ അദാത്ത് കൊണ്ട് നഫി ആയിരിക്കും ഉദ്ദേശിക്കുക, വൽ ഇൻകാർ, ചിലപ്പോൾ ഇൻകാർ ആയിരിക്കും, വത്തഖരീർ, ചിലപ്പം തഖരീർ ആയിരിക്കും, വത്തൗബീഖ്, ചിലത് അല്ലെങ്കിൽ തൗബീഖ് ആയിരിക്കും, പേടിപ്പിക്കലായിരിക്കും, വത്തഅദീം, അല്ലെങ്കിൽ ഒരു വലിയ ബഹുമാനത്ത് സൂചകമായ കാര്യങ്ങൾ പറയലായിരിക്കും, വത്തഹ്ഖീർ, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അതിനെ നിന്ദിച്ച് പറയലായിരിക്കും, വലിസ്തിബ്താഇ, ഒരു സാവധാനം തേടലായിരിക്കും, വത്തഅജ്ജുബി, അല്ലെങ്കിൽ ഒരു അത്ഭുതം പറയലായിരിക്കും, വത്തസ്വിയത്തി, അല്ലെങ്കിൽ ചിലപ്പം സമം ആണ് എന്ന് പറയലായിരിക്കും, വത്തമന്നി, അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറയലായിരിക്കും, വത്തശ്വീഖി, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാക്കിക്കലായിരിക്കും. ഇങ്ങനെ പല ആശയങ്ങളിലേക്കും എന്തും വരാം, ഇസ്തിഫാമിൻ്റെ അഥവാത്തുകളും ഉണ്ടാവാം, അതിൻ്റെ മാന അങ്ങനെയും എന്ത് ചെയ്യാം, വരാം. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഈ പാഠത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അവിടെ 1-2 നമൂദജുണ്ട്, ഉദാഹരണങ്ങൾ, അതിൻ്റെ അടിയിൽ ആ നമൂദജിൻ്റെ ജവാബും ഉണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ള വിഷയമെന്ന നമൂദജും അതിൻ്റെ ശേഷമുള്ള ഇജാബത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വർക്ക് നമുക്ക് നൽകാം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.